ധർമ്മശാസ്ത്രത്തിന്റെയും തിരുവുത്സവത്തോടനുബന്ധിച്ച് മൂന്നാം ഉത്സവമായ ഈ ദിവസം ഇത്രയും നേരം നല്ലൊരു ഭജന നാമ ജപലഹരി ശ്രീരുദ്ര ഭജൻസ് മഹാദേവൻ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ തൊട്ടടുത്ത സ്ഥലവാസികളായ മഹാദേവന്റെ പ്രിയങ്ക ഞങ്ങൾക്ക് ധർമ്മശാസ്ത്രത്തിന്റെ തിരുസന്നിധി ഭജന പാടാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്ന് തിരുവുത്സവത്തിന് മുമ്പ് തന്നെ ഈ പ്രദേശത്ത് എത്തിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു കൂട്ടായ്മ ഭക്തിനിർഭരമായ അന്തരീക്ഷം തരുന്നതിന് വേണ്ടി മഹാദേവൻ ക്ഷേത്ര പരിസരവാസികളായി എന്നും അവിടെ നാമജപം ജപിച്ചുകൊണ്ട് ക്ഷേത്രസന്നിധിയിൽ കഴിയുന്ന ഈ സഹോദരിമാര് അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇത്തരത്തിൽ ഇവിടെ നന്നായി നല്ലൊരു ഭജന പാടുവാൻ കഴിഞ്ഞത്. ഭജന എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കണ്ടുവരുന്നത് പോലെ ഇവിടെ നന്നായി ഭജന എന്ന് പറഞ്ഞ രണ്ട് രീതിയുണ്ട്. എന്നാൽ ഗാനങ്ങൾ തന്നെ ആലപിച്ചുകൊണ്ട് നന്നായി നടത്തിയെന്നാണ് ഈ അത്യാവശ്യത്തിൽ പാട്ടുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അത് കേട്ടുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ സന്ദർഭത്തിൽ ഉപദേശക സമിതി അവരെ എല്ലാവരെയും മഹാദേവൻ ക്ഷേത്ര പരിസരത്തുള്ള സഹോദരിമാരും അതോടൊപ്പം തന്നെ മൃദംഗം വായിച്ച തബല വായിച്ച രാധാകൃഷ്ണൻ പ്രഭു, ഹാർമോണിയം വായിച്ച കമലഹാസൻ അടക്കമുള്ള സംഘമാണ്. രണ്ട് ഉപകരണങ്ങൾ മാത്രം കൊണ്ടാണ് അവർ ഇത്രയും നേരം നന്നായി ഈ ഗാനങ്ങൾ ആരംഭിച്ചത്. അവരെ ഈ അവസരം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയങ്ക, ആര്യ, ശരണ്യ, ദീപ, രേഷ്മ എന്നിവരെയും ഉപദേശക സമിതിയുടെ എല്ലാ നന്ദി കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയങ്കയെ ആദരിക്കുന്നതിന് വേണ്ടി ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ഉണ്ണിപ്പിള്ളയെ ക്ഷണിക്കുന്നു. ആര്യ സ്വീകരിക്കുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശരണ്യെ ആദരിക്കുന്നതിന് വേണ്ടി രക്ഷാധികാരി ശശിധരപിള്ളയെ ക്ഷണിച്ചുകൊള്ളുന്നു. രേഷ്മയെ ദീപയെ സെക്രട്ടറി സ്വീകരിക്കുന്നു. നമ്മുടെ ഹാർമോണിയം വായിച്ച കമലാശ്രീ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ തബല വായിച്ച രാധാകൃഷ്ണനെ ഈ വേദിയിൽ ആദരിക്കുന്നു.